പ്രിയ വിദ്യാർത്ഥികളെ, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയൊരു ചാപ്റ്ററാണ്. അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. നിങ്ങളേവരും ഇത് നിങ്ങളുടെ +2 ലെവലിൽ പഠിച്ചതാണ്. നിങ്ങൾക്കൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിൻ്റെ പേര് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മുടെ ട്രാൻസാക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. വി ഫോളോ ദ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ് ഇന്നത്തെ മോഡേൺ വേൾഡിൽ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. What do you mean by double entry system of bookkeeping? Double entry means each and every transaction have two aspects, that is receiving aspects and giving aspects. The receiving aspects of the transaction is called debit and giving aspects of the transaction is called credit. Both the aspects of transaction, that is debit and credit, is recorded in the books of accounts. That system is called double entry system of bookkeeping. Okay. In certain cases, some of the organization, that means sole proprietor or any other small scale organization, do not follow the double entry system of bookkeeping. They are not well known about the principles of accounting or any other rules relating to the accounting work. Therefore, they follow only a single entry system of accounting. അപ്പോൾ നമ്മൾ പറയുന്നത് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്. അപ്പോൾ നമ്മൾക്കറിയാം, ഈ ആധുനിക ലോകത്ത് ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒക്കെ കീപ്പ് ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്രകാരമാണ്. അപ്പോൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. ചിലപ്പോൾ ചില ഓർഗനൈസേഷൻ, അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ഈ പറയുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉപയോഗിക്കണമെന്നില്ല. കാരണം ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്ന ഓർഗനൈസേഷന് നല്ല ട്രെയിൻഡ് ആയ വർക്കേഴ്സ് വേണം, അല്ലെങ്കിൽ അതിന് നല്ല അക്കൗണ്ടന്റ് വേണം. കാരണം അതിന് ഒരുപാട് തരത്തിലുള്ള പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ തരത്തിലുള്ള ബിസിനസ് നടത്തുന്നവർക്ക് ഇതിനെക്കുറിച്ച് വെൽ നോളജബിൾ അല്ല, അതുപോലെ തന്നെ വെൽ ട്രെയിൻഡ് അല്ല. അതുകൊണ്ട് അവർക്ക് അറിയുന്ന രീതിയിലാണ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ അവർ രേഖപ്പെടുത്താറ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ വൺ എൻട്രി എന്നല്ല പറയുന്നത്. അതായത് സിംഗിൾ എൻട്രി ഡസ് നോട്ട് മീൻസ് ദാറ്റ് വൺ എൻട്രി ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ അല്ല. ഇറ്റ് മീൻസ് ദാറ്റ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് ആർ നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ്. ദാറ്റ് ഈസ് ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് ഡു നോട്ട് ഫോളോ ഔട്ട്. അതായത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലുള്ള ഈ പറയുന്ന പ്രിൻസിപ്പിൾസും കാര്യങ്ങളും അതുപോലെ തന്നെ അതിന് ഒരുപാട് റൂൾസ് ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്യാതെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അവരുടെ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സിംഗിൾ എൻട്രി വരുമ്പോൾ ഒരു എൻട്രി ആണെന്ന് വിചാരിക്കരുത്. അത് ഈ പറയുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാതെ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള അക്കൗണ്ടിങ് വർക്കുകളെയും നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ് പറയുന്നത്. ആ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷന്റെ ബുക്സ് ഓഫ് റെക്കോർഡ്സിനെയാണ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഞാൻ എന്താ പറഞ്ഞത്? സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ആ സിസ്റ്റം പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അവരുടെ എൻട്രികൾ രേഖപ്പെടുത്തുന്ന ഓർഗനൈസേഷന്റെ റെക്കോർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇത് വിശദമായ രീതിയിൽ നിങ്ങളുടെ +1 +2 ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചതാണ്. എങ്കിലും പോലും ഞാനൊന്ന് കുറച്ച് ആമുഖമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം is a system of accounting which does not follow the double entry system. Under this system, only the accounts relating to the debtors and creditors, that means personal accounts, debtors and creditors are maintained. Cash book is also maintained in certain cases. The almost cases that type of organization prepare only a personal account, that means debtors and creditors account. Okay.
അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് എന്നും പറയുന്നത്. നമ്മൾക്കറിയാം, നമ്മൾക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ നോമിനൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ റിയൽ അക്കൗണ്ട് ഉണ്ട്. ഈ 3 തരത്തിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകൾ ഉള്ളത്. ഈ 3 തരത്തിലുള്ള റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ചെറിയ ഓർഗനൈസേഷനുകൾ, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഓർഗനൈസേഷൻ, ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് ട്രെയിൻഡ് ആയ എംപ്ലോയീസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അല്ലെങ്കിൽ ഇതിന്റെ പ്രിൻസിപ്പിൾസോ അറിയില്ല. അതുകൊണ്ട് അവർ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്തുന്നത് അവർക്ക് അറിയുന്ന രീതിയിലാണ്. അതിനെയാണ് സിംഗിൾ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ അത്തരത്തിൽ ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ പറയുന്ന പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ അവർ ട്രീറ്റ് ചെയ്യാറുള്ളൂ. ചില സാഹചര്യങ്ങളിൽ അവർ ക്യാഷ് ബുക്കും കൂടി പ്രിപ്പയർ ചെയ്യും. അപ്പൊ അത്തരം ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ടിനെയാണ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് നമ്മൾക്ക് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ആ മെത്തേഡ് അവർ ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മൾക്കൊക്കെ ചിലപ്പോൾ അക്കൗണ്ടിങ് ഒക്കെ അറിയാം. പക്ഷേ നാട്ടിൻ പ്രദേശങ്ങളിൽ ബിസിനസ് നടത്തുന്നവരോ അല്ലെങ്കിൽ ഒരു തട്ടുകട നടത്തുന്നവരോ ഒരു ചായക്കട നടത്തുന്നവർക്കോ ഈ പറഞ്ഞ അക്കൗണ്ടിങ് എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ അവർ നമ്മളെക്കാളും വൃത്തിയായിട്ട് അവരുടെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യും. അത് ഒരു വസ്തുതയാണ്. അവരുടെ ഏത് നിമിഷം ചോദിച്ചു കഴിഞ്ഞാലും ഇന്ന മാസത്തിൽ എത്രയാണ് നിങ്ങൾക്ക് ലാഭം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പറഞ്ഞു തരും. അപ്പോൾ അവർക്ക് നമ്മളുടെ ഈ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ ഡ്യുവൽ എൻറ്റിറ്റി പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്യുവാലിറ്റിയോ ഈ പറയുന്ന രീതിയിലുള്ള പ്രിൻസിപ്പിൾ ഒന്നും അറിയില്ല അവർക്ക്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിളോ ഈ പറയുന്ന കോസ്റ്റ് പ്രിൻസിപ്പിളോ ഒന്നും അവർക്ക് അറിയില്ല. പക്ഷെ അവർ അവരുടെ അറിവിന്റെ അനുസരിച്ച് അവർ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, അവരുടെ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നു. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ലാഭവും നഷ്ടവും കണ്ടുപിടിക്കലാണ്. അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ അസർടൈൻ ചെയ്യുക, അല്ലെങ്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടിങ് വർക്കിന്റെ പ്രോപ്പറായ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ ആ അക്കൗണ്ടിങ് വർക്ക്, ആ ലക്ഷ്യം ഈ പറയുന്ന കാര്യങ്ങൾ അറിയാതെ തന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തിലെ ചായക്കടക്കാർ മുതൽ തട്ടുകടക്കാർ വരെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്യുന്ന ഈ പ്രക്രിയയാണ് സിംഗിൾ എൻട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്കറിയാം, നമ്മൾക്ക് അവരിപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മാസത്തെയും അല്ലെങ്കിൽ അവരുടെ ഓരോ പറയേണ്ട ഓരോ വർഷത്തിലും എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടായതെന്ന് അവർക്കറിയാം, അവർ പറയാൻ പറ്റും. അവർക്കൊരു സിമ്പിൾ ഒരു ലോജിക് ഉണ്ട് അതിന്. അവർ എത്രയാണ് ഒരു ബിസിനസ്സിൽ അവർ മുതൽ മുടക്കിയത്, മൂലധനം, അല്ലെങ്കിൽ നമ്മളതിന് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നൊക്കെ പറയും. നമ്മളതിനെ വലിയ രീതിയിൽ അത് ക്യാപിറ്റൽ എന്ന് പറയും. ക്യാപിറ്റൽ മീൻസ് ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പാർട്ട്നേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് ഇൻ ടു ദ ബിസിനസ്, ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ വലിയ രീതിയിൽ പറയും. പക്ഷെ അവർക്കറിയാം അത് അവർ ബിസിനസ്സിൽ മുടക്കുന്ന പൈസ, അതായത് ബിസിനസ്സിലേക്ക് അവർ കൊണ്ടുവരുന്ന പൈസ, അതും അവര് പിന്നീട് അതിന്റെ ഇടയിലൊക്കെ ബിസിനസ്സിൽ അവർ ഇട്ട പൈസ അതൊക്കെ കൂട്ടിയിട്ട് അവസാനം അവരെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, അപ്പൊ അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അവർ പറയും ഞങ്ങളെ ബിസിനസ് പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ ലോസ് ആണ് എന്ന് വ്യക്തമായ രീതിയിൽ തന്നെ അവർക്ക് പറയുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഒക്കെ അറിഞ്ഞതുകൊണ്ടല്ല, അവരൊക്കെ ഫോളോ ചെയ്യുന്നതാണ് ഈ സിംഗിൾ എൻട്രി എന്ന് പറയുന്ന സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്കത് വിശദമായിട്ട് ഞാനൊരു ആമുഖമായിട്ട് കുറച്ചധികം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് വിശദമായ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ സിംഗിൾ എൻട്രി, an account system which is not based on double entry is known as incomplete accounting system or single entry system. അപ്പോൾ single entry system means the account system which do not follow the double entry principle, do not follow the double entry system of accounting, അല്ലെങ്കിൽ do not follow the double entry principle. Account system which is not based on double entry is known as incomplete accounting system or single entry system. It is a incomplete because in the system only personal aspects, ഞാൻ നേരത്തെ പറഞ്ഞു personal aspects means personal account, that is debtors and creditors. സാധാരണ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഉള്ളൂ. അയാൾക്ക് പൈസ തരാനുള്ളവർ, അയാൾ പൈസ കൊടുക്കാനുള്ളവർ, അതാണ് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും. അപ്പൊ അവരുടെ അക്കൗണ്ട് മാത്രമാണ് സാധാരണ രീതിയിൽ ഈ പറഞ്ഞ സിംഗിൾ എൻട്രിയിൽ അവർ പ്രിപ്പയർ ചെയ്യാതെ, റെയർ കേസിൽ അവർ ക്യാഷ് ബുക്കും കൂടി പ്രിപ്പയർ ചെയ്യും. ക്യാഷ് ബുക്ക് ഒക്കെ നമ്മൾ വലിയ രീതിയിൽ പറയും, പക്ഷെ ക്യാഷ് ബുക്ക് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ തന്നെ അവർ പ്രിപ്പയർ ചെയ്യും, നമ്മൾക്കറിയാം. ഓക്കെ, അപ്പോൾ in this system is incomplete because in this system only personal aspects of each transactions are recorded and nominal and real accounts are completely ignored. The personal account only considered, the remaining two accounts, that is nominal and real accounts, are completely ignored. Therefore it is called incomplete account system or single entry system. Okay, then incomplete records are normally prepared by, ഞാൻ നേരത്തെ പറഞ്ഞു, sole proprietors, business whose accounting records have been destroyed during the period,
അതായത് ബിസിനസിന്റെ അക്കൗണ്ട്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ചിലപ്പോൾ ബിസിനസ് നടത്തുന്നതിൽ എന്തെങ്കിലും കാരണങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഫോളോ ചെയ്യുന്നത് സിംഗിൾ എൻട്രി ആണ്. ഡബിൾ എൻട്രിയിലേക്കൊന്നും പെട്ടെന്ന് അവർക്ക് മാറുവാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന സിംഗിൾ എൻട്രി ആണ്. അതുപോലെ തന്നെ ബിസിനസ് വിച്ച് ലാക്ക് ഓഫ് പ്രൊഫഷണൽ മാനേജ്മെന്റ്. നമുക്കറിയാം ഡബിൾ എൻട്രി ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ല പ്രൊഫഷണൽ ടച്ച് വേണം, അതിന്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതൊക്കെ അറിഞ്ഞവർക്ക് അത് ചെയ്യാൻ പറ്റും. അത് അറിയാത്തവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഏതാണ്? ഈ പറയുന്ന സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ സാധാരണ രീതിയിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പും അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ആണ് ഏത് ഫോളോ ചെയ്യുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഫോളോ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, റീസൺസ് ഫോർ ഇൻകംപ്ലീറ്റ്നെസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്? ദിസ് സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ ടു സ്മോൾ കൺസേൺസ് വിച്ച് ഹാവ് മെയിൻലി ക്യാഷ് ട്രാൻസാക്ഷൻ. എന്തുകൊണ്ടാണ് ഇത് സ്മോൾ കൺസേൺ സ്യൂട്ടബിൾ ആണെന്ന് പറയുന്നത്? അവിടെ സാധാരണ രീതിയിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടാവുക. നമ്മൾക്കറിയാം, നമ്മളിപ്പോ ഒരു ടൗണിൽ പോയി ഒരു തട്ടുകടയിൽ നിന്ന് ഒരു ചായ എന്തെങ്കിലും കുടിച്ചു, നമ്മൾ അവിടെ ക്രെഡിറ്റ് പറയാറില്ല സാധാരണ രീതിയിൽ. അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ അധികം ഉണ്ടാകാറ്. അപ്പോൾ അത്തരത്തിലുള്ള സ്മോൾ ഓർഗനൈസേഷൻ ഒക്കെ ഈ പറയുന്ന സിംഗിൾ എൻട്രി ആണ് ഫോളോ ചെയ്യുന്നത്. ഈ സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ ടു സ്മോൾ കൺസേൺ വിച്ച് ഹാവ് മെയിൻലി ക്യാഷ് ട്രാൻസാക്ഷൻ. ദി സിസ്റ്റം ഈസ് ഇക്കണോമിക്കൽ സിൻസ് ലെസർ നമ്പർ ഓഫ് ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. നമ്മൾക്കറിയാം ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഒരുപാട് സെറ്റ് ഓഫ് ബുക്സ് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് റെക്കോർഡ്സ് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം പ്രോപ്പർ ആയിട്ട്. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് ഒന്നും ഒരു ഫോളോ ചെയ്യേണ്ടതില്ല, അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇക്കണോമിക്കൽ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ അടുത്ത കാരണം എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി ഉപയോഗിക്കാനുള്ള ലാക്ക് ഓഫ് നോളജ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം എഴുതണമെങ്കിലും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെങ്കിലും അതിനൊരു നോളജ് വേണം ഡബിൾ എൻട്രി സിസ്റ്റത്തെ കുറിച്ച്. ഒരുപാട് പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെ ഒരുപാട് അസംഷനുകളൊക്കെ നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഉണ്ട്. അപ്പൊ അതൊക്കെ അറിയുന്നവർക്ക് അത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിവരം ഇല്ലായ്മ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലായ്മ, ആ ലാക്ക് ഓഫ് നോളജ് ഉള്ളവരൊക്കെ ആ ഒരു കാരണം കൊണ്ട് അവർ ഉപയോഗിക്കുന്നത് സിംഗിൾ എൻട്രി ആണ്. Then intentional omission to take advantage of taxation. ചിലപ്പോൾ ചിലവർ ഇന്റൻഷനൽ ആയിട്ട് അവരുടെ ഒരു എന്താ പറയണ്ട അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാതെ വരും. കാരണം എന്താ, ഡബിൾ എൻട്രി സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവിടെ ടാക്സേഷൻ ഒക്കെ വരുന്ന, ഇതൊക്കെ ടാക്സേഷൻ ഒക്കെ വരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. അപ്പൊ അങ്ങനെ ഇന്റൻഷനലി ചില ആൾക്കാർ ഏത് യൂസ് ചെയ്യാറുണ്ട്? ഈ പറയുന്ന ഇൻകം സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെയാണ് അതിന്റെ റീസൺ ആയിട്ട് നമുക്ക് പറയുവാൻ പറ്റുന്നത്. ഇത് തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് തന്നെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ടും പറയുന്നത്. അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഴുതിയാൽ മതി. നിങ്ങളുടെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇറ്റ് ഡസ് നോട്ട് ഫോളോ ദ സ്ട്രിക്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ്, ഇന്നാക്യുറേറ്റ്, അൺസയന്റിഫിക് മെത്തേഡ്. ഈ പറയുന്ന ഇറ്റ് മെയിൻറ്റെയിൻസ് ഓൺലി എ പേഴ്സണൽ അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ആ പറയുന്ന കാര്യങ്ങൾ പറയാം. ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ മെത്തേഡ് ആണ്. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. റിജിഡ് റൂൾ ഇല്ല, പ്രിൻസിപ്പിൾ ഇല്ല. പിന്നെ ഇവിടെ എന്ത് പറയണം, ഇവിടെ നമ്മൾക്ക് വലിയ നോളജ് വേണ്ട. കാരണം നമ്മൾ തോന്നിയ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ലെസ് എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ് അല്ല, ലെസ് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ആ അത്തരത്തിലൊക്കെ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ടൊക്കെ നമ്മൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ മാറ്റി എഴുതിയാൽ അതിനുള്ള ഉത്തരവുമായി. ഓക്കെ, നമ്മൾക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. ദ നെക്സ്റ്റ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് സിംഗിൾ എൻട്രി? എന്തൊക്കെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നതിനുള്ള എന്താ പറയണ്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കനോട്ട് ബി പ്രൂവ്ഡ്. നമുക്ക് അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ പ്രോപ്പർ സിസ്റ്റം ഇല്ല. നമ്മളിങ്ങനെ തോന്നിയ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കൃത്യതയുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് പ്രോഫിറ്റ് ഓർ ലോസ്. നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ കറക്റ്റ് അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് ഫോർമാറ്റ് ഒക്കെ വെച്ചൊന്നല്ല ഇവിടെ വരക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ ഒരു കാര്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് ഈ ഒരു കേസിൽ നമുക്ക് പറയാനും പറ്റില്ല. അതുപോലെ തന്നെ ദ വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് ആർ നോട്ട് റിലയബിൾ. വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് ആർ നോട്ട് റിലയബിൾ. ഇതിൽ വാല്യൂ ചെയ്യുന്ന അസറ്റും ലാബിലിറ്റിയും റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ വാല്യൂ ചെയ്യുന്നില്ല. നമ്മൾക്ക് ആ ഒരു തോന്നിയ രീതിയിലാണ് ഇവിടെയൊക്കെ വാല്യൂഷൻ ഒക്കെ നടക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ റിലയബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഇൻക്രീസ് ദ ചാൻസ് ഓഫ് എറർ ആൻഡ് ഫ്രോഡ്. അപ്പൊ ഇത് ഈ പറയുന്ന തെറ്റുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മൾ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ ഫ്രോഡ് ആകുവാനും, നമ്മൾക്ക് നേരത്തെ പറഞ്ഞു ടാക്സ് ഒക്കെ കാണിക്കാൻ പറ്റാതെയൊക്കെ ഇന്റൻഷ്യലി ആയിട്ട് അവർ ചിലപ്പോൾ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഒരു ഫ്രോഡാണ്. അപ്പൊ അത്തരത്തിലൊക്കെ ഉണ്ടാവാൻ ഈ സിംഗിൾ എൻട്രിയിൽ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റഡ് ആസ് എ റിലയബിൾ ബൈ IT ഡിപ്പാർട്ട്മെന്റ്, ബാങ്ക്സ് ആൻഡ് ഗവൺമെന്റ്. ഇതിന് നമ്മൾ പറയാം, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്, ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്, നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അത് ഒരു വാലിഡ് ഡോക്യുമെന്റ് ആണ്. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ആ വാലിഡ് ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് നമ്മൾക്ക് ചിലപ്പോൾ ബാങ്കുകൾക്ക് ലോൺ തരാം. അതുപോലെ തന്നെ ഗവൺമെന്റിന് നമ്മൾ ചില പർപ്പസിന് ചില പദ്ധതികൾക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു വാലിഡ് ഡോക്യുമെന്റ് ആണ്. അതുപോലെ തന്നെ IT ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ടാക്സ് ഒക്കെ കൊടുക്കുന്ന ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിന്റെ ബേസിലൊക്കെയാണ്. പക്ഷെ ഈ ഒരു കേസിൽ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റോ ഈ പറഞ്ഞ പ്രോപ്പറായ ജേർണലോ ലെഡ്ജറോ ഒന്നും ഇല്ല, ഒരു അക്കൗണ്ടും ഇല്ല നേരെ പ്രോപ്പറായിട്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നമുക്ക് പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റോ ഗവൺമെന്റോ ബാങ്കോ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യുകയില്ല. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റഡ് ആസ് എ റിലയബിൾ ബൈ IT ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ബാങ്ക്സ് ആൻഡ് ഗവൺമെന്റ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, അൺസയന്റിഫിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക്. ഇത് ഇൻകംപ്ലീറ്റ് ആണ്, അൺസയന്റിഫിക് ആണ്, അൺസിസ്റ്റമാറ്റിക് ആണ്. അത് ഞാൻ വിശദമായിട്ട് പറയേണ്ടതില്ല, ഞാൻ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന അവിടെയുള്ള ലിമിറ്റേഷൻ അല്ലെങ്കിൽ പോരായ്മകൾ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന്, അരിത്തമെറ്റിക്കൽ ആക്യുറസി പ്രൂവ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എക്സാക്ട് പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എക്സാക്ട് അസറ്റിന്റെ വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് നോട്ട് റിലയബിൾ ആണ്. അതുപോലെ തന്നെ എററും ഫ്രോഡും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, IT ഡിപ്പാർട്ട്മെന്റോ ബാങ്കോ ഗവൺമെന്റോ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. അതുപോലെ തന്നെ ഫൈനലി ഇറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് ആൻഡ് അൺസയന്റിഫിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് മെത്തേഡ്. ഓക്കെ, പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷനും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, what are the difference between single entry and double entry? What are the difference between single entry and double entry? അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വ്യക്തമായ രീതിയിൽ അറിയുന്നത്, കാരണം +1 മുതൽ +1 +2 അതുപോലെ തന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇപ്പോൾ നിങ്ങൾ അങ്ങ് എത്തി. ഇപ്പോൾ 3 വർഷമായി നിങ്ങൾ ചുരുങ്ങിയത് ഒരു 3 വർഷത്തിനടുത്തായി നിങ്ങൾ ഈ പറഞ്ഞ അക്കൗണ്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കുന്നത്. അതുകൊണ്ട് എന്താണ് സിംഗിൾ എൻട്രി എന്ന് ഞാൻ ഇപ്പോൾ വിശദമായ രീതിയിൽ പഠിച്ചു. നിങ്ങൾ ഇത് +1ലും പഠിച്ചതാണ്. അതുപോലെ തന്നെ എന്താണ് ഡബിൾ എൻട്രി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇത് സാധാരണ ക്വസ്റ്റിനൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നോക്കുക എന്തൊക്കെയാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ. ഒരു 7 വ്യത്യാസങ്ങളാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടാക്കി എഴുതാൻ പറ്റും. അത് നിങ്ങൾ അതിനനുസരിച്ച് പരീക്ഷയ്ക്ക് എഴുതുക. ഞാനിപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു 7 ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ദെൻ ഫസ്റ്റ് വൺ, സിംഗിൾ എൻട്രിയിൽ ഫസ്റ്റ് വൺ, ജനറലി വൺ ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ്. സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് തന്നെ ഒരു ട്രാൻസാക്ഷന്റെ സാധാരണ രീതിയിൽ ഒരു വശങ്ങളാണ് സാധാരണ രീതിയിൽ അതിൽ റെക്കോർഡ് ചെയ്യും. ഇൻ റെയർ കേസിൽ മാത്രമേ, അതായത് ക്യാഷും ഈ പേഴ്സണൽ അക്കൗണ്ടും വന്നാൽ മാത്രമേ രണ്ട് സൈഡും നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി മോസ്റ്റ് ഓഫ് ദ കേസസും വൺ ആക്സെപ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷന്റെ ട്രാൻസാക്ഷന്റെ 2 വശങ്ങളുണ്ടെന്ന് നമുക്ക് ഡബിൾ എൻട്രിയിൽ അറിയാം. അതിൽ ഈ പറയുന്ന സിംഗിൾ എൻട്രി ഫോളോ ചെയ്യുന്നത് സാധാരണ ഒരു വശങ്ങൾ മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ. പക്ഷെ ഡബിൾ എൻട്രിയിൽ അങ്ങനെയല്ല. ബോത്ത് ദ ആസ്പെക്ട്സ് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ്. ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഹാവ് 2 sides or 2 aspects, that is receiving aspects and giving aspects. What is credit? What do you mean by credit? അല്ലെങ്കിൽ what is credit? നിങ്ങൾ വലിയ കൊമേഴ്സിലെ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ ഒരാളോട് ചോദിക്കുന്നു എന്താണ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റോ എന്താ ക്രെഡിറ്റോ എന്ന് ചോദിക്കരുത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ദ റിസീവിംഗ് ആസ്പെക്ട്സ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ഡെബിറ്റ്. Okay, debit. Receiving aspects of the transaction is called debit and giving aspect of the transaction is called credit. Okay. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷനും 2 വശങ്ങളുണ്ട്. ആ 2 വശങ്ങളും ഏതിൽ രേഖപ്പെടുത്തുന്നുണ്ട്? ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയുവാനുള്ളത്. Then next one, only personal accounts are maintained. That means debtors and creditors.
പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ സിംഗിൾ എൻട്രിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. സാധാരണ രീതിയിൽ പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ സിംഗിൾ എൻട്രിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ, അതായത് ഈ പറഞ്ഞ ഡെപ്റ്റേഴ്സും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം, പേഴ്സണൽ, റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഇങ്ങനെ പേഴ്സണൽ അക്കൗണ്ട് മാത്രമല്ല, റിയൽ അക്കൗണ്ടിലാണ് ക്യാഷ് ഒക്കെ പെടുന്നത്. നോമിനൽ അക്കൗണ്ട്, അതിലാണ് എക്സ്പെൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ പിന്നെ നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷനിൽ പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സിംഗിൾ എൻട്രി ഓൺലി പേഴ്സണൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻഡ്. ദെൻ തേർഡ് വൺ, ട്രയൽ ബാലൻസ് cannot ബി പ്രിപ്പയർഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി, വാട്ട് ഈസ് ട്രയൽ ബാലൻസ്? ദിസ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇത് സ്റ്റേറ്റ്മെന്റ് ആണ് ഷോയിങ് ദ അരിത്തമെറ്റിക്കൽ അല്ലെങ്കിൽ ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ വേരിയസ് ലെഡ്ജേഴ്സ് അക്കൗണ്ട്. ഒരുപാട് തരത്തിലുള്ള ലെഡ്ജേഴ്സ് അക്കൗണ്ടിന്റെ അതിന്റെ ബാലൻസിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫൈനൽ അക്കൗണ്ടിന് മുൻപ് ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് സിംഗിൾ എൻട്രി, trial balance cannot be prepared, but in the case of double entry, trial balance must be prepared അല്ലെങ്കിൽ can be prepared. Then next, fourth one, it is not possible to find out the profit or loss scientifically preparing trading profit and loss account. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സയന്റിഫിക് ആയിട്ട് പ്രോഫിറ്റോ ലോസോ ആണ് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നതല്ല. ഇത് അൺസയന്റിഫിക് മെത്തേഡാണ്. അവർ പക്ഷേ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കും, പക്ഷെ അതൊരു അൺസയന്റിഫിക് മെത്തേഡാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം, വി ഫോളോ ദ ഓൾ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് included in the double entry. Therefore, we prepare trading profit and loss account and other relating account for the purpose of find out the profit or loss. Therefore, it is a scientifically proved അല്ലെങ്കിൽ scientifically prepared അല്ലെങ്കിൽ scientifically by preparing trading profit and loss account എന്ന് പറയാം. അപ്പോൾ ഡബിൾ എൻട്രിയിൽ നമ്മൾ അത് സയന്റിഫിക്കൽ ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ. ഓക്കെ. Then next one, fifth one, it is not possible to prepare a balance sheet. ഇവിടെ ബാലൻസ് ഷീറ്റോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ ഇവിടെ ബാലൻസ് എന്നേ ഉള്ളൂ, അത് ബാലൻസ് ഷീറ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഇൻഫർമേഷൻ ഇല്ല, വേരിയസ് ലെഡ്ജേഴ്സ് അക്കൗണ്ട് ഇല്ല. അതിന്റെ എല്ലാം ബാലൻസ് ആണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. പക്ഷെ അതൊന്നും കാണിക്കാൻ നമുക്ക് പറ്റുകയില്ല, കാരണം നമ്മളെ കയ്യിൽ ബാലൻസ് ഇല്ല. കാരണം നമ്മൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ലെഡ്ജേഴ്സ് അക്കൗണ്ടോ വേരിയസ് ടൈപ്പ് ഓഫ് അക്കൗണ്ടോ നമ്മൾക്ക് ഇല്ല. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. അപ്പോൾ അവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്? The purpose of preparing balance sheet to find out the exact financial condition or financial position of the organization for the period. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ സിക്സ്ത് വൺ, ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ആൻഡ് പെറ്റി എന്റർപ്രൈസസ്. ഇത് ഒരു ചെലവ് കുറഞ്ഞ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്മോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പെറ്റി എന്റർപ്രൈസസോ ചെറിയ രീതിയിലുള്ള ഓർഗനൈസേഷനോ അല്ലെങ്കിൽ എന്റർപ്രൈസസിനൊക്കെ ഈ സിംഗിൾ എൻട്രി ആണ് നല്ലത് എന്ന് പറയാം. പക്ഷേ ഡബിൾ എൻട്രി ഇറ്റ് ഇസ് എ കോസ്റ്റ്ലി പ്രോസസ്. It is a costly process. It is suitable for all type of enterprises, sole proprietorship, partnership, joint stock companies. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനും ഇത് ഇത് ഉപയോഗിക്കാം. പക്ഷെ കോസ്റ്റ്ലി ആണ്. അപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയൊക്കെ, അതായത് പാർട്ണർഷിപ്പും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയൊക്കെ മസ്റ്റ് ആയിട്ട് ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യും. പിന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല വരുമാനമുള്ള സോൾ പ്രൊപ്പറേറ്റർഷിപ്പും എന്ത് ഫോളോ ചെയ്യും? ഈ പറയുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യും. കാരണം അവിടെ കോസ്റ്റ് കുറച്ചുകൂടി കൂടുതലാണ്. Then last one, it is incomplete, unscientific and unsatisfactory system of bookkeeping. നമ്മൾക്കറിയാം സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്, അല്ലെങ്കിൽ അൺസയന്റിഫിക് മെത്തേഡാണ്, അല്ലെങ്കിൽ അൺസിസ്റ്റമാറ്റിക് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ അൺസാറ്റിസ്ഫാക്ടറി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് നമ്മൾക്ക് ഇതിനെ പറയാം. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഇറ്റ് ഇസ് എ സാറ്റിസ്ഫാക്ടറി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ബിക്കോസ് ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് പ്രോസസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതൊക്കെയാണ് സിംഗിൾ എൻട്രിയും ആൻഡ് ഡബിൾ എൻട്രിയും സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് നമ്മൾക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ ലളിതമായിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ
പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലാസ്സുകൾ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം? ഏതൊക്കെ ടൈപ്സ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെ ടൈപ്പാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലുള്ളത് നോക്കാം. ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, സിംഗിൾ എൻട്രി സിസ്റ്റവും 2-3 തരത്തിലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 ഞാൻ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം, ദെൻ സെക്കൻഡ് വൺ സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം, ദെൻ തേർഡ് വൺ ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം. Types of single entry system. The single entry system broadly classified into 3 categories, 3 main categories, that is pure single entry, simple single entry, quasi single entry. The first one, pure single entry. Under this system, no subsidiary books are maintained, only personal accounts of debtors and creditors are maintained. അപ്പോൾ പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിംഗിൾ എൻട്രിയിൽ ഏറ്റവും പ്യുവർ ആയത്. കാരണം അവിടെ ഒരു സബ്സിഡറി ബുക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. ദാറ്റ് മീൻസ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആർ മെയിൻറ്റെയിൻഡ്. അപ്പോൾ പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഒരു തരത്തിലുള്ള സബ്സിഡറി ബുക്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വിശദമായി തന്നെ അറിയാം. നമ്മുടെ ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, ജേർണൽ പ്രോപ്പർ, ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സബ്സിഡറി ബുക്സ് എന്ന് അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുക്സും പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫോളോ അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവിടെ ഓൺലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് പേഴ്സണൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അത്തരം സിസ്റ്റത്തിനെയാണ് പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർ ആണ് അവിടെ സിംഗിൾ എൻട്രിയിൽ ഏറ്റവും പ്യുവർ ആയ സിസ്റ്റമാണ് അതിനെ നമുക്ക് പറയുന്നത്. ദെൻ അടുത്തത് സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം. അണ്ടർ ദിസ് സിസ്റ്റം cash book and personal accounts of debtors and creditors are maintained. Other subsidiary books are not maintained. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തു, അത് പ്യുവർ ആയി. സിമ്പിൾ സിംഗിൾ എൻട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഇതിന്റെ കൂടെ ഇൻ അഡീഷൻ ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ക്യാഷ് ബുക്ക് ഈസ് ഓൾസോ മെയിൻറ്റെയിൻഡ് ഓർ പ്രിപ്പയർഡ്. അപ്പോൾ സിമ്പിൾ എൻട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പേഴ്സണൽ അക്കൗണ്ടിന്റെ കൂട്ടത്തിൽ നമ്മൾ ഏത് കൂടി പ്രിപ്പയർ ചെയ്യുന്നു? ക്യാഷ് ബുക്ക് കൂടി പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിനെ സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം. അണ്ടർ ദിസ് സിസ്റ്റം cash book and personal account, that is debtors and creditors account, are maintained. Other subsidiary books are not maintained. Okay. Then next one, quasi single entry system. Quasi single entry system. Under this system, personal accounts, cash book and some other subsidiary books are maintained. അപ്പോൾ ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചില ഇമ്പോർട്ടന്റ് ആയ അല്ലെങ്കിൽ സം സബ്സിഡറി ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്, ചില സബ്സിഡറി ബുക്ക് കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ആ സിസ്റ്റത്തെ നമ്മൾക്ക് ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് types of single entry system. First one, pure single entry system, only personal accounts are maintained. Then second one, simple single entry system, cash book and personal accounts are maintained. Then third one, quasi single entry system, cash book, personal account and some other important subsidiary books are maintained. Okay, that's all the type of single entry system. Clear? Okay. Then single entry system, ascertainment of profit or loss ആണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായ രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് തിയറീസ് ആണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചില മടുപ്പുകൾ വരും. എന്നിരുന്നാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കേട്ടിരിക്കുക, അതുപോലെ തന്നെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. കാരണം നമ്മൾക്ക് നിർബന്ധമായിട്ടും എക്സാം ഉണ്ടാകും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞു. നമ്മുടെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇനി ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ ഇനി ഒരു ചാപ്റ്റർ കൂടിയേ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ അതോടുകൂടി നമുക്ക് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് കഴിയും. അപ്പോൾ നമ്മുടെ എല്ലാ 80% അധികവും നമ്മൾക്ക് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇവിടെ 80% കഴിയുമ്പോൾ നിങ്ങളുടെ നോളജ് എവിടെയുള്ളതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഒരു ഇന്റേണൽ ചെക്ക് നിങ്ങളിൽ പ്രവർത്തിക്കണം. പിന്നെ നിങ്ങളെ ചെക്ക് ചെയ്യാൻ മറ്റൊരാളും ഇല്ല. നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളെ ഷേപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങളെ ഷേപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്.
അപ്പോൾ നിങ്ങളിൽ ഒരു ഇന്റേണൽ ചെക്ക് പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സബ്ജക്റ്റിലെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നുണ്ടോ, അല്ല അറിയുന്നില്ലെങ്കിൽ ഞാൻ അതിന് എന്താണ് ചെയ്യേണ്ടത്, ഏത് ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രോബ്ലമാണ് ഞാൻ ചെയ്യേണ്ടത്, ഏത് ഏരിയയിലാണ് എനിക്ക് ടഫ് ഉള്ളത് എന്നീ രീതിയിലുള്ള ഒരു അനാലിസിസ് നിങ്ങൾ തന്നെ നടത്തുക. അല്ലാതെ നമ്മൾ ഈ പറയുന്ന അക്കൗണ്ട്സിലെ അനാലിസിസും അതുപോലെ തന്നെ ഇന്റർപ്രിറ്റേഷനും ഒക്കെ പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ലൈഫിൽ അത് നമ്മൾക്ക് കൊണ്ടുവരാനും പറ്റണം. അപ്പൊ ആ രീതിയിൽ ഒരു ഇന്റേണൽ ചെക്ക് നിങ്ങളിൽ പ്രവർത്തിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഓൺ ചെയ്ത് പോകുന്നുണ്ടാവും ചില വിദ്യാർത്ഥികൾ. അപ്പോൾ എനിക്കത് പ്രശ്നമൊന്നുമില്ല, എന്നെ പറ്റിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ പറ്റിക്കുന്നത് നിങ്ങളെ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. മനസ്സിലായല്ലോ? ഒരു ഈ പറയുന്ന എന്താ പറയണ്ട, സാധാരണ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇപ്പൊ കാർഗിൽ ഒരു യുദ്ധസമാനമായ പ്രദേശത്ത് നിൽക്കുന്ന പട്ടാളക്കാർ ഏത് സമയത്തും അവരുടെ തോക്കില് ലോഡ് ചെയ്തിട്ടായിരിക്കും അവർ നിൽക്കുക, എപ്പോൾ യുദ്ധം വന്നാലും ചെയ്യാൻ വേണ്ടിയിട്ട്. ആ രീതിയിലാണ് നിങ്ങൾ ഇപ്പൊ റെഡിയായി നിൽക്കേണ്ടത്. കാരണം ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ വരും, 3rd സെമസ്റ്റർ അല്ലെങ്കിൽ 2nd സെമസ്റ്റർ എക്സാം കണ്ടക്റ്റഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് വരും. അപ്പൊ ആ ഡേറ്റിന് എഴുതിക്കൊള്ളുക. അപ്പൊ അതുകൊണ്ട് എല്ലാ സമയത്തും ഫുൾ ലോഡഡ് ആയിട്ട് നിൽക്കുക. ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും പരീക്ഷ എഴുതാനുള്ള ഫുൾ ലോഡഡ് ആയിട്ട് നോളജബിൾ പേഴ്സൺ ആയിട്ട് നിങ്ങൾ നിൽക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ തിയറീസ് പറഞ്ഞത്. അപ്പൊ ഞാൻ അധികം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് പോകും. അപ്പൊ ഞാൻ ഇപ്പോൾ കുറച്ച് കൂടുതൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിന്റെ സമയം കുറെ പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. അപ്പൊ നമ്മൾ ഇതിപ്പോ കുറച്ച് തിയറീസ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ അതിന്റെ ആക്ച്വൽ പ്രോബ്ലംസിലേക്കാണ് നമ്മൾ കടക്കുവാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം, അസൈൻമെന്റ്, പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് നമ്മുടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഇന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഓർ സിംഗിൾ എൻട്രി സിസ്റ്റം, ദ മെയിൻ പർപ്പസ് ഓഫ് എനി ബിസിനസ് എന്റർപ്രൈസസ് ഇസ് ടു ഏൺ ഓർ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. Hence, every business owner want to know whether the business has earned profit or suffered loss after a certain period of time. Generally, after the end of a year. അതായത് നമ്മൾക്കറിയാം ഏതൊരു തരത്തിലുള്ള ബിസിനസിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രോഫിറ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ് നടത്തുന്നവരാവട്ടെ അല്ലെങ്കിൽ ഒരു തട്ടുകട നടത്തുന്നവരാവട്ടെ, അവർക്കൊക്കെ അവരുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഓരോ വർഷവുമാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഓർഗനൈസേഷനും അവരുടെ പ്രോഫിറ്റോ ലോസോ അവർക്ക് അസർടൈൻ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റോ ലോസോ അസർടൈൻ ചെയ്യുന്ന 2 മെത്തേഡാണ് നമ്മൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പറയാനുള്ളത്. There are 2 methods, main methods of assessment of profit under the incomplete record system. അപ്പോൾ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് സാധാരണ രീതിയിൽ 2 മെത്തേഡാണുള്ളത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നെറ്റ് വർത്ത് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് എന്ന് പറയും. അതല്ലാതെ രണ്ടാമത്തെ മെത്തേഡ് കൺവേർഷൻ മെത്തേഡ്. അപ്പൊ നമ്മൾക്ക് ഇത് വിശദമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഈ 2 മെത്തേഡുകളെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ മെത്തേഡിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നെറ്റ് വർത്ത് മെത്തേഡ് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഓർ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്, അങ്ങനെയും കൂടി ഇതിന്റെ പേരുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് പ്രൊസീജിയർ ആണ്. അക്കൗണ്ടിങ് പ്രൊസീജിയർ ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ് സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ എന്തിനാ? ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഓർഗനൈസേഷൻ. Then first method, net worth method, statement of affairs method, or otherwise it is called capital comparison method. Then second method, conversion method. Then first method നമുക്ക് നോക്കാം, statement of affairs method or capital comparison method or net worth method. ഇവിടെ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. വളരെ ഈസിയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ ഒന്നും അറിഞ്ഞിട്ടല്ല ഈ പറയുന്ന ചെറിയ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ഒന്നും അവരുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് അവരുടെ പ്രോഫിറ്റ് ഓരോ വർഷത്തെയും അല്ലെങ്കിൽ ഓരോ മന്തിലെയും അവർക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാണ്? അവിടെ സിമ്പിൾ ആയിട്ട് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിമ്പിൾ ലോജിക് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ ഒരു മെത്തേഡിലും പറയാനുള്ളത്. അപ്പോൾ ഈ മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പറയുമ്പോൾ അണ്ടർ ദിസ് മെത്തേഡ് പ്രോഫിറ്റ് ഓർ ലോസ് ക്യാൻ ബി അസർടൈൻഡ് ഓർ കാൽക്കുലേറ്റഡ് ബൈ കമ്പയറിംഗ് ദ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ പീരീഡ്. ഫോർ ദിസ് പർപ്പസ് 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു
ഈ അക്കൗണ്ടിങ് സിസ്റ്റം ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു തട്ടുകടക്കാരനോട് നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾ ഈ മാസത്തെ പ്രോഫിറ്റ് എത്ര? അവരെങ്ങനെ കണ്ടുപിടിക്കുക? അവരുടെ ആദ്യം ആ ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇത് തുടങ്ങുമ്പോൾ അവരുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിരുന്നു, എത്ര ക്യാഷ് ഉണ്ടായിരുന്നു, ഇനി ആ ബിസിനസ് നടത്തി ആ ഒരു മാസം കഴിയുമ്പോൾ അവരുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്. അപ്പൊ ആദ്യമുള്ള ക്യാഷ് ഓപ്പണിംഗ് ക്യാപിറ്റലും അവസാനമുള്ള ക്യാഷ് ക്ലോസിംഗ് ക്യാപിറ്റലും ആണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അത് തമ്മിൽ കമ്പയർ ചെയ്താൽ കിട്ടുന്ന ഡിഫറൻസ് ആണ് അവർ പറയും അത് പ്രോഫിറ്റ് എന്ന്. എങ്ങനെയാ പ്രോഫിറ്റ് ആവുക? വെൻ the excess of closing capital over than the opening capital, that amount is called profit. അങ്ങനെയാണ് അവർ സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ തുടങ്ങും എൻ്റെ കയ്യിൽ 10,000 രൂപ വെച്ചാണ് ഞാൻ തുടങ്ങിയത്, ഇനി ബിസിനസ് അവസാനിക്കുന്ന ഈ ഒരു മാസത്തിൽ എൻ്റെ കയ്യിൽ 25,000 രൂപയുണ്ട്, അപ്പോൾ എൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ 25,000, ഓപ്പണിംഗ് ക്യാപിറ്റൽ 10,000 ആണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ 15,000 രൂപ എൻ്റെ കയ്യിൽ അധികമുണ്ട്, അത് എൻ്റെ പ്രോഫിറ്റ് ആണെന്ന് അവർ പറയും. അത് സിമ്പിൾ ലോജിക് മെത്തേഡ്. അങ്ങനെ തന്നെയാണ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ എങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്? കമ്പയറിംഗ് ദ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ പീരീഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഈ ഓപ്പണിംഗ് ക്യാപിറ്റലോ ക്ലോസിംഗ് ക്യാപിറ്റലോ ഒന്നും തരൂല. അപ്പൊ അങ്ങനത്തെ പർപ്പസിൽ നമ്മൾക്ക് അത് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുവാനും പറ്റില്ല. അങ്ങനെ സാധ്യമാത്ത ആ ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ ചില സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സാധാരണ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. എന്തൊക്കെയാണ്? ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഈ രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഫോർ വാട്ട് പർപ്പസ്? ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ പീരീഡ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഞാൻ പറഞ്ഞു രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ പ്രസന്റിംഗ് ദ അസറ്റ് ഓൺ വൺ സൈഡ് ആൻഡ് എ ലയബിലിറ്റി ഓൺ ദ അതർ സൈഡ്. ആസ് ഇൻ ദ കേസ് ഓഫ് ബാലൻസ് ഷീറ്റ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സൈഡ്സ് ഈസ് നോൺ ആസ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്തിട്ടാണ് സാധാരണ സിമ്പിൾ ലോജിക്. അപ്പോൾ അവിടെ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുക. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷീറ്റ് ഇല്ല. അതിന് പകരമായിട്ട് അത് സെയിം സ്വഭാവമുള്ള മറ്റൊരു സാധനമാണ് എന്ത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ, ജസ്റ്റ് ലൈക്ക് എ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ്. ഒരു സൈഡ് ലാബിലിറ്റി സൈഡും ഒരു സൈഡ് അസറ്റ് സൈഡുമാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. അത് നമ്മുടെ ബാലൻസ് ഷീറ്റ് പോലെയാണ്. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഡിഫറൻസിനെയാണ് നമ്മൾ ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഒരു സൈഡ് ബാലൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 20,000 രൂപ ബാലൻസ് അസറ്റ് സൈഡിലും ഇപ്പുറത്തെ സൈഡിൽ അതായത് ലാബിലിറ്റി സൈഡിൽ 15,000 രൂപയുള്ളൂ. അപ്പോൾ there is a difference between 5,000. that amount is called owners equity or capital. അപ്പോൾ ഈ ക്യാപിറ്റൽ സൈഡ് ഒരു ബാലൻസ് 5,000 രൂപയുണ്ട്. അതിനെ നമ്മൾക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ക്യാപിറ്റൽ ഫിഗർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് എ ബാലൻസ് ഷീറ്റ്. വൺ സൈഡ് ലാബിലിറ്റി, അതർ സൈഡ് വൺ സൈഡ് ലാബിലിറ്റി, അതർ സൈഡ് അസറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ പ്രസന്റിംഗ് ദ അസറ്റ് ഓൺ വൺ സൈഡ് ആൻഡ് ലാബിലിറ്റി ഓൺ അതർ സൈഡ്. ദ ഡിഫറൻസ് എമൗണ്ട് ഈസ് കോൾഡ് ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ഈ രീതിയിൽ തന്നിട്ടില്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. രണ്ട് ബാലൻസ് ഷീറ്റ് വരക്കുന്ന പോലെ തന്നെ ഒന്ന് വരക്കുക. രണ്ട് സൈഡും അസറ്റ് സൈഡ് അസറ്റ് എല്ലാം പ്ലേസ് ചെയ്യുക, ലാബിലിറ്റി സൈഡ് ലാബിലിറ്റി എല്ലാം പ്ലേസ് ചെയ്യുക. എന്നിട്ട് ബാലൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ ലാബിലിറ്റി സൈഡ് കുറവായിരിക്കും. ആ എമൗണ്ടിനെ നമുക്ക് ക്യാപിറ്റൽ എന്നും പറയാം. ദ നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ്. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ്, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ദ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു അസർടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ബൈ കമ്പയറിംഗ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് കോൾഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ഓർ അസർടൈനിങ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ബൈ കമ്പയറിംഗ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് കോൾഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മൾ സാധാരണ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നിടത്ത് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കും. ആ അക്കൗണ്ട് ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കാണിക്കും, പിന്നെ ഡ്രോയിങ്സ് അത്തരത്തിലുള്ള ഇൻഫോർമേഷൻ കാണിക്കും. അതിനനുസരിച്ച് ബാലൻസ് കിട്ടുന്നതിന് നമ്മൾ പ്രോഫിറ്റ് എന്നും പറയും. അപ്പോൾ ദ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എക്സീഡ് ദ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ ഇറ്റ് ട്രീറ്റഡ് ആസ് എ പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലോസിംഗ് ക്യാപിറ്റൽ കൂടുതലും ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് പ്രോഫിറ്റ്.
that difference amount is called profit. Otherwise it is called loss. നേരെ മറിച്ചാണെങ്കിൽ അതിനെന്തായിരിക്കും ലോസ് ആയിരിക്കും. അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ കുറവും ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടുതലുമാണ്. അതായത് മുതൽ മുടക്ക് 20,000 അവസാനം ക്ലോസിംഗ് ആകുമ്പോൾ 10,000 ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് 10,000 അവിടെ എന്തായി ലോസ് ആയി. അങ്ങനെയാണ് ആ ഒരു സിമ്പിൾ ലോജിക്ക് വെച്ചിട്ടാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് കാണുന്നത്, പ്രോഫിറ്റോ ലോസോ കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ ആ ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഇതിന്റെ ഫോർമാറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിന്റെ ഫോർമാറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന്റെ ഫോർമാറ്റ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ആദ്യം നമ്മൾ കാണിക്കുന്നത്, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പർട്ടിക്കുലർ കോളം ഒരു എമൗണ്ട് കോളം അല്ല ആദ്യത്തെ എഴുതുന്നത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ മീൻസ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ആ എമൗണ്ട് എഴുതും. ആഡ് ഡ്രോയിങ്സ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ മുമ്പൊക്കെ നമ്മൾ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യും, ഡ്രോയിങ്സ് ലെസ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലെസ് ചെയ്യും. അതൊക്കെ ചെയ്തതിനു ശേഷമാണ് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നേരത്തെ പോയതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ഡ്രോയിങ്സ് ലെസ് ആണ് ചെയ്തത്, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഡ്രോയിങ്സ് ആഡ് ആണ് ചെയ്യുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അങ്ങനെയാണല്ലോ നമ്മൾ കാണിക്കാൻ പഠിച്ചത്. അപ്പോൾ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ഈ ഫോർമാറ്റ് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിൽ കുറിച്ച് വെച്ചോളാം, അല്ലെങ്കിൽ മനസ്സിൽ ഇത് വെച്ച് എന്താ മനസ്സിൽ ആക്കി വെക്കുക. ഓക്കെ, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഫസ്റ്റ് കാണിച്ചു. അതിന്റെ കൂടെ ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദ ഇയർ, ഡ്രോയിങ്സ് ഉണ്ട്, ആ വർഷത്തെ ഡ്രോയിങ്സ് ആഡ് ആണ് ചെയ്യുന്നത്, ലെസ് അല്ല, ആഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഈ രണ്ട് എമൗണ്ട് ഇതിൽ നിന്റെ ഡ്രോയിങ്സ് കൂട്ടി അതിൽ നിന്ന് നമ്മൾ എന്താ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ആ വർഷം അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് ലെസ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്ത്, ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്തു, ആ എമൗണ്ടിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന എമൗണ്ടിന്റെ പേരാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഈ എമൗണ്ടിന്റെ പേരാണ്, ഈ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന്റെ പേരാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ എന്ന് ഈ ഒരു എമൗണ്ടിനെ പറയും. ഓക്കെ, ഇനി അതിൽ നിന്ന് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് എൻഡ് ഓഫ് ദി ഇയർ കൂടുതലും ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ ഇവിടെ കിട്ടുന്ന പോസിറ്റീവ് ഫിഗർ ആയിരിക്കും ഇവിടെ കിട്ടുക. ആ പോസിറ്റീവ് എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കുറവും ബിഗിനിങ് ക്യാപിറ്റൽ കൂടുതലുമാണ്. ഇപ്പൊ ഇവിടെ 10,000 ആണ്, ഇവിടെ 15,000 ആണെങ്കിൽ ഇവിടെ -5,000 വരും. അത് മൈനസ് വന്നു കഴിഞ്ഞാൽ അർത്ഥം അത് ലോസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നോക്കുക, ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിൽ ഓർത്ത് വെക്കുക. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, ദാറ്റ് മീൻസ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ആഡ് ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദ ഇയർ. പിന്നെ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടഡ് അല്ലെ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ. അതിൽ നിന്ന് കിട്ടുന്ന ഫിഗർ ആണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. ദാറ്റ് ഡിഫറൻസ് എമൗണ്ട് ഈസ് കോൾഡ് വെദർ പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിംഗ് ദ ഇയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ഫോർമാറ്റിൽ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മതി. ഈ ക്ലാസ്സിൽ കുറച്ചും കൂടി ആയിട്ടുണ്ടാവും. നമ്മൾക്ക് നല്ല ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് എത്തി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. നമ്മുടെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അതിന്റെ യൂട്ടിലിറ്റി പറഞ്ഞു, ഇനി അതും ഡബിൾ എൻട്രിയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡുകളാണ് ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ന് പറഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഇന്ന് തന്നെ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ വീണ്ടും ഈ വീഡിയോ ആണെങ്കിൽ കണ്ടു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ചോദിക്കുക. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ പറയുന്ന ഈ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ക്ലാസ്സിന്റെ ബാക്കിയുള്ള, അതായത് ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.